തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം. നോക്കൂ, ഒരു വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഇമേജിൽ നിന്നൊരു പാർട്ടി ആദ്യം വലിയ രീതിയിൽ താഴേക്ക് വരുന്നു, പ്രതിരോധത്തിലാവുന്നു, പ്രതിരോധത്തിന് പോലും ആവാതെ ഒരു കാണാമറയത്തേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഒരു രാവ് പിന്നിടുമ്പോഴും, ഒരു പകല് പിന്നിട്ടു, ഒരു രാവും പകലും പിന്നിട്ടിട്ട് പോലും ഗോവിന്ദൻ മാസ്റ്റർ മാത്രമാണ് ഒളിച്ച് കളിച്ചെങ്കിലും ഒരു പ്രസ്താവന നടത്തിയത്. ഒരു CPM കേഡർ പോലും വന്നിട്ട് മീഡിയാസിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറാവാത്ത വിധം ഈ ഒരു ബ്രിം ലെവൽ മിസ്സിങ്ങിലേക്കാണ് CPM കടന്നു പോയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അല്ലേ പവിയേട്ടൻ? അതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കരം. തീർച്ചയായും ശബരിമല വിഷയം ഈ തരത്തിൽ എത്തുമെന്ന് ഒരിക്കലും CPM കരുതിയതല്ല, പ്രത്യേകിച്ച് പിണറായി വിജയൻ. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വലിയ തട്ടിപ്പ് രീതികളെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കാം. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചായിരിക്കാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പ സംഗമം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് നടത്തിയത്. അന്നൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ആവേശം നൽകാൻ കഴിഞ്ഞുവെങ്കിലും വെറും 2 ദിവസത്തിനുള്ളിൽ എല്ലാം പൊളിഞ്ഞുപോയി. അയ്യപ്പ സംഗമം നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു സാമുദായിക നേതാവിൻ്റെയൊക്കെ വലിയ ഒറ്റക്കാറിൽ സഞ്ചരിച്ച് പോയി വലിയൊരു പിന്തുണയോടുകൂടി നടത്തി. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറി മറയുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു ഘട്ടത്തിൽ നിന്നാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതെന്ന് പറഞ്ഞാൽ CPMൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും സർവനാശത്തിലേക്കാണോ എന്നുള്ള തരത്തിലേക്ക് വരെ നീങ്ങിയിരിക്കുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാർ ചെറിയ പുള്ളിയല്ല. ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും രണ്ടാമത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരിലും ഒതുങ്ങുമെന്ന് അവരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീരുമെന്ന് വിചാരിച്ച വിഷയം, അവരുടെ കോൺഫിഡൻസും അതായിരുന്നു. അതെ, ഇപ്പോഴെത്തി നിൽക്കുന്നത് പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്കാണ്. അതായത് ഉദ്യോഗസ്ഥന്മാർ മോഷണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടത്തേക്കാണ് ആരാണ് മോഷണം നടത്തിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ലഭിക്കുന്നു. എൻ വാസു ഈ പറഞ്ഞ പോലെ ചെറിയൊരാളല്ല. പിണറായി വിജയൻ്റെയും അതുപോലെ CPMൻ്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ദേവസ്വം കമ്മീഷണർ എന്ന ഒരു പോസ്റ്റിലിരുന്ന ഉദ്യോഗസ്ഥൻ, തീർച്ചയായും അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അധികാരമാണ്. ആ അധികാരത്തിന് ശേഷം അതിൽ നിന്ന് വിരമിച്ച ഒരാൾക്ക് ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനം നൽകുകയാണ്. അത് തീർത്തും രാഷ്ട്രീയപരമായി നൽകേണ്ടുന്ന ഒരധികാരമാണ്. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ അധികാരം സ്വീകരിക്കാൻ അല്ലെങ്കിൽ നൽകാൻ ഒരു വ്യക്തിക്ക് ഏറ്റെടുക്കാനും ആ വ്യക്തിക്ക് നൽകാനും അദ്ദേഹം പ്രാപ്തനാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനകത്ത് അദ്ദേഹത്തിനുള്ള വലിയ സ്വാധീനം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ സ്വാധീനം എങ്ങനെ വന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് ആ സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ആ സ്വർണ്ണ മോഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനാണ് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാകുന്നു. അതുപയോഗിച്ചാണ് അദ്ദേഹം ഈ സർക്കാരിനെയും പിണറായി വിജയനെയും അടക്കം ഒരു ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയത് എന്നിപ്പോൾ തോന്നുകയാണ്. ഇന്നിപ്പോൾ പത്മകുമാർ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പത്മകുമാർ ആരാണെന്ന് അറിയാമല്ലോ. കോന്നി MLA ആയിരുന്നു. അതെ. അതേപോലെ തന്നെ ഒരു മുടി ചൂടാൻ മന്നൻ. അതെ. പത്തനംതിട്ടയുടെ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് മുതൽ ആ ജില്ലയിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം, അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. 34-ാമത്തെ വയസ്സിൽ MLA ആയ അദ്ദേഹം ആറന്മുളയിലും പത്തനംതിട്ടയിലെ പല ഇടങ്ങളിലുമൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു കേസിൽ അറസ്റ്റിലായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ കഴിയാതെ, നേരത്തെ അംജദ് സൂചിപ്പിച്ചതുപോലെ പാർട്ടി സെക്രട്ടറി മാത്രം വന്ന് ഒരു ചാട്ടം ചാടി പോയത്. അതായത് ഒന്നിനും വ്യക്തമല്ലാത്തൊരു മറുപടി നൽകിയത്. അതായത് എന്താണ്, കോടതി തീരുമാനിച്ചിട്ടില്ലല്ലോ, അറസ്റ്റ് ചെയ്തത് മാത്രം ഒരു കുറ്റമായി കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മുടന്തൻ ന്യായങ്ങളൊക്കെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീർച്ചയായും ഒരു FIR പോലും ഇടാത്ത വിഷയത്തിലാണ് കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. വഴിയിൽ തടയുക, പാലക്കാട്ടേക്ക് വരാൻ പറ്റില്ല എന്ന DYFIന്റെ പ്രസ്താവനകൾ വരിക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞൊരു പാർട്ടിയാണ് ഒരു മാസത്തിനിപ്പുറം അറസ്റ്റ് ചെയ്തപ്പോൾ, ആദ്യം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരിതിൽ നിന്നു അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ അതിനെയും ഡിഫെൻസീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ, നമ്മുടെ പ്രേക്ഷകരോട് ഇതിനോട് കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ
സ്വർണ്ണപ്പാളികളുടെ വിഷയം പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. അത്രയ്ക്കും ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റിയ വിദ്വാൻമാരാണ് ഇവർ. ഇവർക്കിതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശബരിമലയിൽ മാസത്തിൽ 1-2 ദിവസം ദർശനങ്ങളുണ്ടാകും. ബാക്കിയെല്ലാം വലിയൊരു കാട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ദേവസ്വം ബോർഡിന് സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർക്കറിയില്ല. ആ സ്വാതന്ത്ര്യം ഇവർ പൂർണ്ണമായും ദുരുപയോഗം ചെയ്ത് അവിടുത്തെ സ്വർണ്ണപ്പാളികൾ കടത്തി. സ്വർണ്ണപ്പാളികൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളികൾ എന്ന് എഴുതി കൊടുത്തു ദേവസ്വം ബോർഡിൻ്റെ ഇതേ അധ്യക്ഷൻ പത്മകുമാറും കമ്മീഷണറായിരുന്ന വാസു, പിന്നീട് പ്രസിഡൻ്റായ വാസു, ഇവരൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നവരൊക്കെ ചെമ്പുപാളികൾ എന്നെഴുതി കൊടുത്ത് പുറത്തേക്ക് കടത്തി ഈ സ്വർണം പുറത്തെവിടെയോ. അല്ല, ഇതിൽ ഒരു 10 മണിക്കൂറിന് മുകളിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ ഒരു ഇനീഷ്യേറ്റീവും ഹൈക്കോർട്ടിന്റെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഹൈക്കോടതി ഓൾറെഡി ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്കായി എന്നുള്ളതാണ്. മാത്രമല്ല, സാധാരണ സമീപ കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ CPM ആ ഒരു ഹാൻഡിലുകൾ, ഈ വിഷയത്തെ സൈബർ ഇടങ്ങൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കൃത്യം 30 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം തികയുന്നതിന് മുമ്പ് അതേപോലത്തെ ഒരു വിഷയത്തിലേക്ക് വന്ന് ഉത്തരം പറയാനാവാത്ത രീതിയിൽ CPM മാറുന്നു എന്നുള്ളതെല്ലാം ഇത് ജനത്തിന് മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയറായി ഷോക്കേസ് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം കൃത്യമായിട്ട് കളിച്ചാൽ ഒരു റിസൾട്ട് കൃത്യമായി മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഇത് വളരെ നിയർ ഫ്യൂച്ചറിൽ തന്നെ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാലറ്റിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? തീർച്ചയായും. ഇതിപ്പോൾ ഈ ശബരിമല എന്നത് ഒരു മതത്തിൻ്റെ അല്ല, ഇതൊരു മലയാളികളുടെ ഒരു വികാരമാണ്. ശബരിമല തീർത്ഥാടന കേന്ദ്രം. ഏകദേശം കണക്ക് പ്രകാരം 3 മുതൽ 4 കോടി വരെയൊക്കെ വിവിധ ദിവസങ്ങളിലായി ഭക്തർ വന്നു പോകുന്നു. അങ്ങനെയുള്ളൊരിടത്ത് നമുക്കറിയാം, ഈ 1999 ഒരു വ്യവസായി, അതായത് വിജയ് മല്യ എന്ന വ്യവസായി വന്ന് ഇവിടെ സ്വർണം പൂശുന്നത്. 99 ആരാണ് ഭരിക്കുന്നതെന്ന് ആലോചിക്കണം. EK നയനാറാണെന്ന് കേരളം ഭരിക്കുന്നത്. അതിനുശേഷം AK ആൻ്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു, സാക്ഷാൽ അച്യുതാനന്ദൻ വന്നു. ഇവരൊക്കെ കേരളം ഭരിച്ചിട്ടും പ്രമുഖരാണ്, നല്ല നേതാക്കന്മാരാണ്, നല്ല ഭരണാധികാരികളാണ്. കേരളം ഭരിച്ചു. ഒരു ലെവലേശം, ഒരു തുണ്ട് സാധനം പോലും ശബരിമലയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചിട്ടില്ല. 2016 പിണറായി വിജയൻ വന്നു. പിണറായി വിജയൻ വന്ന് മാസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ പിറ്റേ വർഷം തന്നെ പുതിയ പ്രസിഡൻ്റായി പത്മകുമാർ വരുന്നു. 2018 മുതൽ ഇതിൻ്റെ ഉള്ളിലെ കള്ളത്തരങ്ങൾ, അതായത് മോഷണത്തിൻ്റെ സാധ്യതകൾ ഇവർ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിച്ച് 2018 തുടങ്ങിയത് 2019 ഈ സ്വർണ്ണപ്പാളികൾ, അതായത് വിജയ് മല്യ കൊടുത്ത സ്വർണത്തിൻ്റെ പാളികൾ അഴിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിന് ഇവരെല്ലാവരും കൂട്ടുനിന്നു. ആ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് അറസ്റ്റായത്. ആദ്യം അറസ്റ്റിലായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ സ്പോൺസറാണ്. അതായത് എടുത്തുകൊണ്ടുപോയി പുറത്ത് അത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാൾ. അതിനുശേഷം കൊടുത്തുവിട്ട, ഒപ്പിട്ട, ഇതിന് കൂട്ടുനിന്ന എല്ലാവരും അറസ്റ്റിലാകുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകളാണ് അറസ്റ്റിലാവുന്നത്, വെറും കച്ചവടക്കാർ മാത്രമല്ല. അങ്ങനെ അവർ എന്തു ചെയ്തു? അവർ എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തോട് വിളിച്ചു പറയുകയാണ്. അതായത് ഒരു പക്ഷേ ഏത് മതമായാലും ഏത് വിശ്വാസമായാലും ഒരുപാട് പേർ ചേർന്ന് ഒന്നിനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു ശക്തി തന്നെ ഇതിൻ്റെ പ്രതികളെ പിടിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്കും കള്ളം പറയാൻ കഴിയുന്നില്ല. എന്നെ ആരാണ് ഏൽപ്പിച്ചത് എന്നുള്ളത് അവർ SIT സംഘത്തിന് കാണിച്ചു കൊടുക്കുന്നു. അതിന് മുകളിലുള്ള ആൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ താഴെയുള്ളയാൾ മുകളിലെ ആളെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്മകുമാറിലേക്കാണ്. പത്മകുമാർ ആരെങ്കിലും ഇനി കാണിക്കുമെന്നുള്ള രീതിയിലാണ് അത് കാണിച്ചു കൊടുത്തതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞു. ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരില്ല. 18 19 ഒക്കെ ഉണ്ടായ ഈ കള്ളത്തരം നടക്കുമ്പോൾ ഉണ്ടായ 2 പ്രസിഡന്റുമാരും അകത്തായി കഴിഞ്ഞു. ഇനിയുള്ളത് ആ സമയത്തെ മന്ത്രിയാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന. അതിലും കടകംപള്ളി ഉണ്ടായിരുന്നു. കടകംപള്ളി മാത്രമാണ് അന്നത്തെ സമയത്തുണ്ടായിരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ്റെ വ്യക്തമായ പങ്ക് ഇതിലുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ദേവസ്വം ബോർഡ് അറിയിച്ചതും നിർദ്ദേശം നൽകിയതുമായ ഫയലിൽ മാത്രമാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പോൾ ദേവസ്വം ബോർഡല്ല, ദേവസ്വം വകുപ്പ്.
ദേവസ്വം ബോർഡ് എന്നുള്ളത് അതൊരു പ്രത്യേക അധികാരമുള്ളൊരു ബോർഡാണ്. ആ ബോർഡിന് പുറമെ ദേവസ്വം വകുപ്പിന് അവർക്കറിയാവുന്നതും ചാരി വെക്കുന്നുണ്ട് അതെ, പത്മകുമാർ. പത്മകുമാർ നേരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഇനി അടുത്തത് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പദ്ധതി തുടങ്ങി. ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇപ്പം കടകംപള്ളി സുരേന്ദ്രനായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും വന്നാണ് BJP CPM ഒത്തുകളിയെക്കുറിച്ച്. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ BJP ആഞ്ഞടിച്ചിരുന്നു അന്ന് ആ വിഷയത്തിൽ നല്ല അവസരങ്ങളാണ്. UDF-നേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ BJP ആഞ്ഞടിച്ചിരുന്നു ഇന്ന് നോക്കൂ, ഈ ഒരു വിഷയം വരുമ്പോൾ അതേ ശബരിമലയിലെ അതേ ഒരു വലിയ പ്രശ്നം, അതിനേക്കാൾ വലുതെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോൾ നിശബ്ദമായി നിൽക്കുന്നു BJP. കുറച്ച് ദിവസങ്ങളായി ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയത്തിലൊക്കെ BJP നിശബ്ദതയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ഇതിലേക്ക് തന്നെയല്ലേ വരുന്നത്? ആ ഒരു സംഭവം കൂടെ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടതല്ലേ അല്ലേ? തീർച്ചയായും. നേരത്തെ അംജദ് സൂചിപ്പിച്ചതുപോലെ BJP CPM ധാരണ എന്ന് തന്നെ പറയേണ്ടി വരും. 2018-19 സ്ത്രീ പ്രവേശന സമയത്ത് തീർച്ചയായും PS ശ്രീധരൻപിള്ള അന്ന് BJPയെ നയിക്കുമ്പോൾ ഇതൊരു നല്ലൊരു അവസരമായി കണ്ട് സമരം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. അപ്പോൾ അതിനേക്കാളും വലിയ അവസരം കിട്ടിയിട്ട് പോലും ഇന്നത്തെ പ്രസിഡൻ്റ് ആവട്ടെ മറ്റൊരു നേതാവാവട്ടെ ഒന്നും പറയുന്നില്ല. ഇതിപ്പോൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശബരിമല വിഷയത്തിൽ നമ്മൾ വ്യതിചലിക്കുന്നതല്ല എങ്കിലും കരുവന്നൂർ വിഷയം എടുത്തു നോക്കിയാലും കൊടകരയിൽ നടു റോഡിൽ വെച്ച് നടന്ന കുഴൽപ്പണ കേസായാലും അങ്ങോട്ടും ഇങ്ങോട്ടും CPM-ഉം BJP-യും പരസ്പരം വലിയ സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂരിലെ വിജയവും സുരേഷ് ഗോപിയുടെ പൂരം കലക്കലുമൊക്കെ. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പാർട്ടിയായി നിൽക്കുന്ന, അല്ല വിശ്വാസികളുടെ പാർട്ടി അല്ലെങ്കിലും ഹിന്ദു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ല ശബരിമലയിൽ തൊട്ടാൽ പൊള്ളുന്ന പാർട്ടി, അതാണല്ലോ അന്നത്തെ കഥ, ചരിത്രത്തിൽ അതാണ്. അതെ അതെ, അങ്ങനെയുള്ളൊരു പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇന്ന് വരെ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി എത്ര അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാലും BJPയുടെ അവരുടെ മുഖം നഷ്ടപ്പെടുന്നതല്ലാതെ വിശ്വാസികൾ BJPയെ തിരിച്ചറിയുന്നതല്ലാതെ അവർക്കിതിൽ നിന്നും ഒരു ലാഭമുണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPM-ഉം പരസ്യമായി, അല്ലെങ്കിൽ CJP എന്ന് പേരിടുന്നില്ല എങ്കിലും വോട്ടുകൾ പരസ്യമായി കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയായിരിക്കാം ഇത്. അതിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞാൽ CPM-ൻ്റെ പ്രവർത്തകർ വോട്ട് ചെയ്യുമോ BJPക്ക് എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും ഇത്രയും വലിയൊരു വിഷയം വരുമ്പോൾ BJP ചെയ്തിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അവരുടെ പരാജയം തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ വിജയമെന്നോ രാഷ്ട്രീയ തന്ത്രമെന്നോ എന്ന് പറയാൻ കഴിയില്ല. ഇത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമെന്നും കഴിവുകേടുമെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല കേട്ടാ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ രാഷ്ട്രീയത്തോട് ഭയങ്കര കൗതുകമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ളവരാണല്ലോ കൂടുതലും. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരും, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരും. ഈ സ്റ്റോറീസ് ഒന്നും അങ്ങനെയല്ല. ഇത് ഡെവലപ്പ് ചെയ്ത് ഗ്രാജുവലി വന്നതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഇവിടെ ഈ വിഷയം വന്നേക്കുന്നത്. ഹൈക്കോടതി തന്നെ കണ്ടെത്തി വളരെ ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു അങ്ങനെയാണ് ഈ ഒരു വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതൊരു സംശയം വേണ്ട, വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും, അല്ലെങ്കിൽ അതിനെ പ്രതിരോധത്തിലാക്കുമെന്നല്ല, ശരിക്കും ഒളിച്ചു മാറേണ്ടി വരും, ഒളിഞ്ഞ് കളിക്കേണ്ടി വരും ഇതിനകത്ത്. എങ്ങനെയെങ്കിലും 9-ാം തീയതിയും 13-ാം തീയതിയും, 13-ാം തീയതി അല്ലേ നമ്മുടെ രണ്ടാമത്തെ 9-ാം തീയതിയും 11-ാം തീയതിയും വരെ ഒന്ന് എത്തിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ഒരവസ്ഥയിലേക്ക് CPM LDF ഹാൻഡിലുകൾ ഇപ്പം തന്നെ മാറിയിട്ടുണ്ടാവും. തീർച്ചയായും ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റുകളൊക്കെ ഓരോരോ ദിവസവും. ഇത് തെരഞ്ഞെടുപ്പായി, ഇനി ഇപ്പോൾ അറസ്റ്റ് വേണ്ട എന്നൊക്കെ പറയാനുള്ള ഒരു അവകാശവും പാർട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കഴിയുന്നില്ല. ഇന്നിപ്പോൾ പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യും, ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകാം.
കടകംപള്ളി ഇനി ആരെ പറയുന്നു, അവരുടെ നേർക്ക് വിരൽ ചൂണ്ടും. ഇത് തെരഞ്ഞെടുപ്പ് ദിവസം പോലും അറസ്റ്റ് നടക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ അതുകൊണ്ട് ഒരിക്കലും ഇതിനെ പ്രതിരോധിക്കാനൊന്നും കഴിയുന്ന ഒരു അവസ്ഥയിലല്ല CPM ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലെ ഈ വിഷയം ബാധിച്ചോളണമെന്നില്ല. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനാണ്, വ്യക്തിബന്ധങ്ങൾ, പരിചയങ്ങൾ, അതൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നോക്കാം നമുക്ക് എന്തായാലും അടുത്ത ദിവസങ്ങളിലെ ഡെവലപ്മെന്റ്സ്. അതെ അതെ, തീർച്ചയായും CPM ഒരു മാസത്തിനുള്ളിൽ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പരിതാപകരം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് അടുത്ത പകലുകളിൽ മണിക്കൂറുകളിൽ CM-ന്റെ ഒരു ബൈറ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ കേരളം എന്താണ് വരുന്നതെന്നുള്ളതും. പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് CPM പ്രവർത്തകർക്ക് അത് വലിയൊരു. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഈ പിണറായി വിജയൻ ബോഡി ലാംഗ്വേജിൽ നിന്ന് പലതും നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. പിണറായി വിജയൻ കോൺഫിഡൻസോടെ മീഡിയാസിനെ അഡ്രസ്സ് ചെയ്യുന്നതും ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്തുള്ള ബോഡി ലാംഗ്വേജ് നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവ് ഒരു 6 മണി സമയത്താണ്. 7 മണി സമയമായി പോകാം എന്നുള്ള രീതിയിൽ പോകും. അദ്ദേഹം മാത്രം എന്തൊക്കെ പറഞ്ഞു പോകും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത്. വരും ദിവസങ്ങളിൽ 6 മണി വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം നമുക്ക്. തീർച്ചയായും. ഓക്കെ.